സുഹൃത്തുക്കളെ, മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വയനാടുള്ള ആ ഒരു ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഭീതിയിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സംശയമില്ല. ഇപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മളെല്ലാം ജയിപ്പിച്ചുവിട്ട തൃശ്ശൂരുകാരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക മനുഷ്യരുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയും. അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ചില സമയത്ത് അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടോ എന്ന് ചില ആൾക്കാരൊക്കെ മറന്നു പോവാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഘോരഘോരമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ പറയാൻ കാരണം, അദ്ദേഹം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുവാനോ വയനാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ 6 ദിവസം വേണ്ടി വന്നു എന്ന് മനസ്സിലാക്കണം. മലയാളിയായിട്ടുള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയാണ്, നമുക്ക് ആവശ്യമുള്ള ഒരാളാണ്. അദ്ദേഹം ഇവിടേക്ക് എത്താൻ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെടാൻ 6 ദിവസം വേണ്ടി വന്നു. അതുമാത്രമല്ല, നമ്മളെല്ലാവരും വിചാരിച്ചത് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ BJP ആണ് ഭരിക്കുന്നത്, ഇവിടെയാണെങ്കിൽ LDF ഭരിക്കുന്നത്. BJPക്ക് അത്ര ഇഷ്ടമില്ലാത്ത ആളുകൾ തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന കാര്യം, കേന്ദ്രത്തിന് സഹായങ്ങളൊന്നും വളരെ പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതാണ്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കും. ഇതുവരെയായിട്ടും കേന്ദ്രത്തിന്റെ ഒരു വലിയ ധനസഹായമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പദ്ധതിയോ നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഈ ഒരു സമയത്താണ് സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പ്രസംഗം കാച്ചുന്നതും. അത് ഇങ്ങനെയാണ്. നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം എന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ. നോക്കൂ, ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ന്യായമായ ചോദ്യമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇപ്പോൾ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ഏറ്റെടുക്കുമോ അതോ മോദി ഗവൺമെന്റ് ഏറ്റെടുക്കുമോ? ഈ ന്യായമായ ചോദ്യത്തിന് ന്യായമായ ഒരു ഉത്തരവുണ്ട്. കാരണം ഈ ഒരു ഡാം പൊളിക്കുകയെന്നോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുകയെന്നോ തൊട്ടപ്പുറത്ത് ഒരു പുതിയ ഡാം പണിയുക എന്ന് പറയുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് കേരള ഗവൺമെന്റ് അല്ല എന്നുള്ളതാണ്. ഇതിന്റെ ചുക്കാൻ പിടിക്കേണ്ടത് കൃത്യമായിട്ടും മോഡി ഗവൺമെന്റ് തന്നെയാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽപ്പെടുന്ന ഒരു സംഭവമാണ്, ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ നാളെ കേരളത്തിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ ഡാം പണിയാൻ സാധിക്കില്ല. കാരണം അത് വനപ്രദേശമാണ്. ഒരുപാട് സംഗതികളുടെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്, അനുമതി നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഈ അനുമതിക്ക് മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടത് എവിടെ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇതിൽ ചർച്ച ചെയ്യപ്പെടാതെ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാൻ നടക്കുന്നുള്ളതാണ്. ഒന്ന് കോടതി വിധി അവിടെ ഉണ്ട്, അതവിടെ കെടുക്കട്ടെ. അതിനൊപ്പം തന്നെ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, നമ്മുടെ ഈ ഒരു സുരേഷ് ഗോപി പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോ നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നിൽപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇതിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ പിണറായി വിജയനുണ്ട്, തൊട്ടപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിനുണ്ട്. ഈ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, കേരളവും തമിഴ്നാടും നല്ല സ്നേഹത്തിലല്ലേ, അവർ കണ്ടിരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ലെന്ന്. അവിടെയും പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു മൂന്നാമൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ആദ്യം മുന്നോട്ട് വരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. വിളിച്ചിരുത്തി ചർച്ച ചെയ്യപ്പെടേണ്ടത്, ചർച്ച നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. ഇതുവരെയും നമ്മുടെ കേരള ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിനെയോ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് ഇത്തരം രൂക്ഷ വിമർശനം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് നമ്മുടെ തമിഴ്നാട്ടിലത്തെ കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ കേരളത്തിന്റെ മാത്രം, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് കേരളത്തിന്റെ മാത്രം ഒരു MP അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയോ അല്ല, നിങ്ങൾ ഇന്ത്യയുടേതാണ്. അതിനനുസരിച്ച് വേണം നിങ്ങൾ വാക്കുകൾ ഉരുവിടാൻ, കേരളത്തിന് വേണ്ടി മാത്രം സംസാരിക്കരുത്. എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിലെ പിണറായി വിജയനെയും അങ്ങ് തമിഴ്നാട്ടിലെ അദ്ദേഹത്തെയും കൂടി തല്ലുകൂടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയെടുക്കുക. ഈ ഒരു പ്രശ്നം, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു അണുബോംബ് പോലെ, ഒരു വാട്ടർ ബോംബാണ് അതെന്നുള്ള പ്രശ്നം. എപ്പോഴും ഒരു കൺഫ്യൂഷൻ നമ്മുടെ ജനങ്ങളിൽ അങ്ങനെ നിലനിർത്തുകയും നിലനിർത്തുന്ന ആ ഒരു കൺഫ്യൂഷൻ കേരള ഗവൺമെന്റ് എതിരെയാക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള ഗവൺമെന്റ് കഴിയുന്ന സമയത്ത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനോട് ഇവിടുന്ന് പോയിട്ടുള്ള 10-20 എണ്ണത്തിലെ ആ MP മാര് മുഴുവൻ
കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ മെയ്യിൽ പോലും അത് ഡീകമ്മീഷൻ ചെയ്യപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ചിട്ട് നമ്മൾ ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്, അത് അവിടേക്ക് അയച്ചിട്ടുണ്ട്, അതവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഇത്തരം ചർച്ച വരുമ്പോൾ ഈ ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുകയാണ്, അല്ലെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്തതിനു ശേഷം ഒരു പുതിയത് അവിടെ പണിയുക എന്ന് പറയുന്ന ആ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മിസ്റ്റർ സുരേഷ് ഗോപി അവിടെ നിശബ്ദനായിരിക്കുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, എന്റെ കേരളത്തിന്റെ ആവശ്യമാണ്, എന്റെ ആവശ്യമാണ്, മലയാളികളുടെ ആവശ്യമാണ്, അവിടെ പുതിയൊരു ഡാം പണിയേണ്ടത് ആവശ്യമാണ്. ആ ഡാം പണിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തമിഴ്നാട്ടിന് വെള്ളം പഴയതുപോലെ കൊടുക്കാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള സംഗതികളും ചെയ്യാമെന്ന് സുരേഷ് ഗോപിക്ക് അവിടെ പറയാൻ കഴിയുന്നതാണ്. അതിനുള്ള ഭാഷ കയ്യിലുള്ള ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എന്താണ് വയനാടിന് വേണ്ടി ചെയ്തതെന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോഴും വയനാട് വേണ്ടി വല്ല പാക്കേജോ മറ്റോ ഉണ്ടോ ചോദിക്കുമ്പോൾ കേരള ഗവൺമെന്റ് എന്തെങ്കിലും കൊണ്ട് അയക്കണ്ടേ, അവരയച്ചോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും നമുക്ക് ആ ഒരു കേന്ദ്ര സഹമന്ത്രി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം ഇപ്പൊ മലയാളികൾക്ക് മനസ്സിലാക്കി തുടങ്ങി അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൽ ഒരല്പം പരാജയം സംഭവിച്ചു പോയോ എന്നുള്ള ചില ആളുകൾക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവരെ കുറ്റം പറയാൻ നമുക്ക് ആർക്ക് കഴിയും? കാരണം നമ്മൾ മുമ്പിലേക്ക് എത്തുന്ന ഇത്തരം വാചകങ്ങൾക്ക് ഇങ്ങനെയല്ലേ നമ്മൾ പിന്നെ വേറെ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയായാലും മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടില്ലേ എന്നുള്ള ചർച്ചകൾക്ക് അപ്പുറമായിട്ട് അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അതിനുവേണ്ടി സംസാരിക്കുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ നമ്മൾ വോട്ട് ചെയ്ത് അയച്ച ആളുകൾ മുഴുവനാണെന്നുള്ള ബോധ്യം നമ്മുടെ മലയാളികൾക്കെങ്കിലും ഉണ്ടാവണം. അത് സംസാരിക്കേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ സഹമന്ത്രിയുടെ കൂടി ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അത് അദ്ദേഹം നിറവേറ്റുന്നുണ്ടെങ്കിൽ വയനാടിനോട് ചെയ്ത പോലെയുള്ള ഒരു ചതി തന്നെയാണോ ഇനി ഭാവിയിൽ സംഭവിക്കുക? കേരളത്തിൽ ആ മുല്ലപ്പെരിയാർ അങ്ങോട്ട് പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ, അതിന്റെ ഭാഗമായിട്ടെങ്കിലും കേരളം നശിച്ചു കാണുമല്ലോ എന്ന് ചില സംഖ്യകൾ വിചാരിക്കുന്ന പോലൊക്കെ തന്നെ ഇവരൊക്കെ വിചാരിച്ച് കളയുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അങ്ങനെ ആ പൊട്ടി തകർന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഇവിടുത്തെ ഭരണം ഇല്ലാണ്ടായി പോകുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇടയിൽ കൂടി ഇവിടെ കേന്ദ്രഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള BJP ഗവൺമെന്റ് വരുമോ എന്നുള്ള തോന്നലിന്റെ ഭാഗം കൂടി ഇതിന്റെ പുറത്തുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്തൊക്കെയായാലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വ്യക്തമായിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കില്ല. കാരണം എത്തിക്കേണ്ടത് ഈ കൺഫ്യൂഷൻ മാത്രമാണ്. ഇവിടെ കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ. പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും അങ്ങ് കേന്ദ്രത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തു ചെയ്യാനാണല്ലേ? ബൈ.